പത്തനംതിട്ടയിലെ ജസ്ന മരിയ തിരോധാന കേസിൽ നിർണായക വെളിപ്പെടുത്തലുമായി ജസ്നയുടെ പിതാവ്. ജസ്ന ജീവിച്ചിരിപ്പില്ലെന്നും താൻ ഉന്നയിച്ച സംശയങ്ങൾ അന്വേഷിക്കാൻ CBI തയ്യാറായിരുന്നില്ല എന്നും പിതാവ് പറഞ്ഞു. തിരുവനന്തപുരം CJM കോടതിയിൽ സമർപ്പിച്ച സത്യവാങ്മൂലത്തിലാണ് വിവരങ്ങൾ ഉള്ളത്. ജസ്നയ്ക്ക് ഒരു അജ്ഞാത സുഹൃത്ത് ഉണ്ടായിരുന്നു എന്നാണ് പിതാവ് പറഞ്ഞിരിക്കുന്നത്. CBIക്ക് ഈ വിവരങ്ങൾ കൈമാറാം. ജസ്ന എല്ലാ വ്യാഴാഴ്ചയും പോകാറുള്ള ആരാധനാലയം കണ്ടെത്തിയതായും പിതാവ് കോടതിയിൽ നൽകിയ സത്യവാങ്മൂലത്തിൽ പറയുന്നു. കേസിലെ അന്വേഷണ ഉദ്യോഗസ്ഥൻ ഈ മാസം 19-ന് ഹാജരാകണമെന്ന് കോടതി നിർദ്ദേശിച്ചു. 5 വർഷം മുമ്പ് ഒരു മാർച്ച് 23 മുതലാണ് ജസ്ന മരിയയെക്കുറിച്ച് ഈ കേരളം മുഴുവൻ ചർച്ചയായി മാറിയത്. കാഞ്ഞിരപ്പള്ളി SD കോളേജിലെ 2ാം വർഷ വിദ്യാർത്ഥിയായിരിക്കുകയാണ് കൊല്ലമുള സന്തോഷ് കവലയിൽ കുന്നത്ത് വീട്ടിൽ ജസ്നയെ ഒരു ദിവസം കാണാതായത്. തുടക്കം മുതൽ ഒരു തുമ്പും തെളിവും കിട്ടാതെ അന്വേഷിച്ച് സംഘത്തെ വലച്ച അപൂർവമായൊരു കേസ് തന്നെയായിരുന്നു. മുണ്ടക്കയം പുഞ്ചവയലിലെ ഒരു ബന്ധുവിന്റെ വീട്ടിലേക്ക് പോകുന്നു എന്ന് പറഞ്ഞാണ് ജസ്ന 2019 മാർച്ച് 22-ന് വീട്ടിൽ നിന്നും ഇറങ്ങിയത്. എരുമേലി വരെ സ്വകാര്യ ബസ്സിൽ എത്തിയെന്ന് സാക്ഷിമൊഴിയുണ്ട്. പിന്നീട് ആരും ജസ്നയെ കണ്ടിട്ടില്ല. വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ ജസ്ന ഫോൺ എടുത്തില്ല. ഇത് മനഃപൂർവ്വമാണോ എന്നും അതോ മറന്നതാണോ എന്നും ചോദ്യങ്ങൾ ഉയർന്നു. വീട്ടിലുണ്ടായിരുന്ന ഫോൺ കേന്ദ്രീകരിച്ച് അന്വേഷണം നടത്തിയെങ്കിലും തെളിവൊന്നും ലഭിച്ചില്ല. അന്വേഷണത്തിന്റെ ഭാഗമായി 2 ലക്ഷത്തോളം ഫോൺ നമ്പറുകളായിരുന്നു ശേഖരിച്ചത്. 4000 നമ്പറുകൾ സൂക്ഷ്മ പരിശോധന നടത്തി. പെൺകുട്ടിയെ കാണാതായ ദിവസം 16 തവണ വിളിച്ച ആൺ സുഹൃത്തിനെ പലതവണ ചോദ്യം ചെയ്തു. എന്നിട്ടും ഒരു ഫലവും ഉണ്ടായില്ല. കേരളത്തിന് പുറത്ത് കുടകിലും ബംഗളൂരുവിലും ചെന്നൈയിലും ഒക്കെ അന്വേഷണ സംഘം നേരിട്ട് ചെന്നു. ഇതിനിടെ പലതവണ പലയിടങ്ങളിലും ജസ്നയെ കണ്ടു എന്ന് സന്ദേശങ്ങൾ വന്നു. അന്വേഷണത്തിൽ കാര്യമായി ഒന്നുമുണ്ടായില്ല. തുടക്കത്തിൽ കുറെ നാൾ ജസ്നയുടെ വീട് തന്നെ കേന്ദ്രീകരിച്ചായിരുന്നു അന്വേഷണം. പിതാവ് ജെയിംസ് അടക്കം അടുത്ത ബന്ധുക്കളെ പലതവണ ചോദ്യം ചെയ്തു. സമീപകാലത്തൊന്നും ഈ ഒരു തിരോധാന കേസ് പോലത്തെ ഒരു കേസ് വന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ അന്വേഷണ ഏജൻസികളും കുടുങ്ങി. ജസ്നയുടെ തിരോധാനം അന്വേഷിക്കുന്നതിന് പ്രധാന തടസ്സം ആധുനിക ഇലക്ട്രോണിക് മാധ്യമങ്ങളുമായി ബന്ധമില്ലാത്ത ഒരാളുടെ തിരോധാനം ആയതിനാലാണ്. പഠനത്തിൽ അതീവ സമൃദ്ധിയായിട്ടും സ്വയം ഒതുങ്ങിക്കൂടുന്ന സ്വഭാവമായിരുന്നു ജസ്നയുടേത്. പഴയ നോക്കിയ 1100 മോഡൽ മൊബൈൽ ഫോണായിരുന്നു ഉപയോഗിച്ചിരുന്നത്. അതും പോയ സമയത്ത് എടുത്തിരുന്നില്ല. ആകെയുള്ള സൗഹൃദങ്ങൾ അടുത്ത കൂട്ടുകാരികളിൽ ഒതുങ്ങി നിൽക്കുന്നു. അമ്മയുടെ മരണത്തിലൂടെ ഏകാന്തതയും അതിലൂടെ പകർന്ന വിഷാദചിന്തയും ഒഴിച്ചാൽ ജസ്നയെ മറ്റ് പ്രയാസങ്ങൾ അലട്ടിയിരുന്നില്ലെന്ന് ബന്ധുക്കളും പറയുന്നു. ATM കാർഡ് പോലും ജസ്ന ഉപയോഗിച്ചിരുന്നില്ല. ഇതൊക്കെ തന്നെയാണ് അന്വേഷണത്തിന് മുമ്പിൽ വലിയൊരു വെല്ലുവിളിയായി തീർന്നതും. യാതൊരു രീതിയിലും കേസ് മുന്നോട്ട് പോകുന്നില്ല എന്ന് ഉറപ്പിച്ചപ്പോഴാണ് ഇത്തരത്തിൽ കോടതിയിൽ ഹർജിയുമായി ജസ്നയുടെ അച്ഛൻ എത്തിയത്. ജസ്നയ്ക്ക് ഒരു അജ്ഞാത സുഹൃത്ത് ഉണ്ടായിരുന്നു എന്ന് അദ്ദേഹം പലതവണ CBIക്ക് മുന്നിൽ പറഞ്ഞിരുന്നതാണ്. എന്നാൽ ഇതിന് വ്യക്തമായ തെളിവുകളും നൽകാമെന്ന് തന്നെയാണ് ഇപ്പോൾ അദ്ദേഹം കോടതിയിൽ അറിയിച്ചിരിക്കുന്നത്.